ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. 2025 കേരള സംസ്ഥാന അവാർഡ് മികച്ച സിനിമയ്ക്കും അതേപോലെ മികച്ച നടനുമുള്ളത് ആർക്ക് എന്നുള്ള ഒരു ചോദ്യമാണെങ്കിൽ അതിന് ഇക്കുറി രണ്ട് വശങ്ങളൊന്നുമില്ല, ഒറ്റ വശം മാത്രമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേറെ എതിരാളികൾക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആരാധകർക്കാണെങ്കിലും അതല്ലെങ്കിൽ സാധാരണക്കാർക്കാണെങ്കിലും അവരുടെ മനസ്സിൽ ഒരു മുഖം മാത്രമാണ്, അതാണ് മമ്മൂട്ടി. ഈ കുറിയും മമ്മൂക്ക തന്നെ അവാർഡ് കൊണ്ടുപോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സിനിമയുടെ കുറച്ച് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ ഫിലിം അവാർഡിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ്. ഇതിൻ്റെ ഡേറ്റ് 25 ഫെബ്രുവരി, അതായത് നാളെ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. എൻട്രീസ് ഇൻവൈറ്റഡ് ഫോർ കേരള സ്റ്റേറ്റ് അവാർഡ് ഫോർ മലയാളം ഫിലിംസ്, ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ടു 25 ഫെബ്രുവരി എന്നുള്ള അപ്ഡേറ്റുകളാണ്. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ സൈറ്റിൽ കയറുക, അവിടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം. ഇവിടെ നമുക്കറിയാം മുഖ്യധാര സിനിമകളെല്ലാം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ ചെറിയ സിനിമകൾ പലതും അപ്ലൈ ചെയ്തിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുന്നു, അപ്ലൈ ചെയ്യുക. അതിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഫോമുകളുണ്ട്. ആ ഫോമുകൾ ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക. എന്തെങ്കിലും അതിനകത്തിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം തന്നെ അവസാനിച്ചതാണ്, അല്ലെങ്കിൽ ഈ മാസം പകുതിക്ക് മുമ്പായിട്ട് അവസാനിച്ചതാണ്. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇക്കുറിയും നല്ല ലെവലിലുള്ള സിനിമകൾ ഏകദേശം 200-നടുത്ത് 160-നും 200-നും ഇടയിലുള്ള സിനിമകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇവിടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല, 2025 ബെസ്റ്റ് ആക്ടർ ആരാകുമെന്നുള്ളതാണ്. ഭ്രമയുഗം എന്ന സിനിമയിലെ പ്രകടനം കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അത് മമ്മൂട്ടി തന്നെ കൊണ്ടുപോകും. അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല എന്നുള്ളത്. അവിടെ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് കാണാം ഭ്രമയുഗത്തിലെ 3 നടന്മാർ തമ്മിലുള്ള മത്സരം മാത്രമായിരിക്കും. പക്ഷേ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായി മമ്മൂട്ടി നിൽക്കുന്നതുകൊണ്ട് മികച്ച നടനുള്ള അവാർഡ് എപ്പോഴും മമ്മൂട്ടി തന്നെയായിരിക്കാം. ഇനി സഹനടനുള്ളത് 2 പേർ, അതായത് അർജുൻ അശോകനും അതേപോലെ സിദ്ധാർത്ഥ് ഭരതനും തമ്മിൽ കടുത്ത മത്സരം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ 3 പേർക്കും ഇതിനകത്തിൽ നിന്ന് അവാർഡ് ലഭിക്കുമെന്നുള്ളതിന് ഏറെക്കുറെ നമുക്കൊരു വിശ്വസിക്കാവുന്ന കാര്യങ്ങളുമാണ്. കാരണം അത്രത്തോളം മികച്ച പെർഫോമൻസ് ആണ്. വേറെ മലയാള സിനിമകളിൽ മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിക്കൊപ്പം പിടിച്ചു നിൽക്കാനുള്ള പെർഫോമൻസ് ഒന്നും തന്നെ ഒരു സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല 2024 നമുക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും കാത്തിരിക്കാം സിനിമയുടെ അപ്ഡേറ്റുകളും. സാധാരണഗതിയിൽ സിനിമയുടെ അവാർഡുകൾ അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ഏപ്രിലിന് ശേഷമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ്. നേരത്തെ 2009 മുതലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഈ പറഞ്ഞ പോലെ ഏപ്രിൽ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ. ഏപ്രിൽ ചില വർഷങ്ങളിൽ മാർച്ചിൽ ചെയ്തിട്ടുണ്ട്, ചില വർഷങ്ങളിൽ ഡിസംബർ വരെ പോയ മാസങ്ങളുമുണ്ട്. ഇക്കുറി നമുക്ക് പ്രതീക്ഷിക്കുന്നു ജൂണിൽ ഈ സിനിമയുടെ അതായത് 2025 അവാർഡുകൾ പുറത്ത് വരും എന്നുള്ളതാണ്. 55ാമത് കേരള സ്റ്റേറ്റ് അവാർഡാണ് ഇക്കുറി വരുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മമ്മൂട്ടിക്ക് തന്നെയായിരുന്നു മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷവും അദ്ദേഹം അർഹനായിരുന്നു. പക്ഷേ ആടുജീവിതം എന്ന സിനിമയിലെ പ്രകടനത്തിൽ പൃഥ്വിരാജിന് ലഭിക്കുകയുണ്ടായി. ഈ കുറി തീർച്ചയായും മമ്മൂട്ടി തന്നെയാണ് അർഹൻ, അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഏറെക്കുറെ. എന്തായാലും കാത്തിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഒരു നടന് അവാർഡിന് പ്രാപ്തിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സിനിമകളോ നിങ്ങൾക്ക് അറിയാവുന്ന സിനിമകളോ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താൻ. നല്ല സന്തോഷകരമായ ഒരു ചർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.